السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഇതിന്റെ തൊട്ടു മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ ബായിനോട് ചേർന്ന് വരുന്ന മീം എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട എഴുത്തിൽപ്പെട്ട ഒരു എഴുത്താണ് ഈ മുകളിൽ കാണുന്ന ബിമ എന്നത്. ഈ ബിമ എന്നതിന് ഈ രൂപത്തിൽ എഴുതുന്ന ബായിന് ഒരു പ്രത്യേക പേരുണ്ട്. അതിന് പറയുന്ന പേരാണ് ബാബു മുൻകത്തിറ. മുൻകത്തിറ എന്നാണ് അങ്ങനെ വളച്ചെഴുതുന്ന ബായിന് പറയുക. എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മീം പറഞ്ഞ കൂട്ടത്തിൽ അത് പറയാൻ വിട്ടുപോയതാണ്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൂനാണ്. നൂന് ബായിനോട് ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. നൂന് ബായി എഴുതുന്നത് പോലെ നൂന് എഴുതാൻ പറ്റില്ല. കാരണം നൂനിന്റെ ഷേപ്പും അതുപോലെ ബായിന്റെ ഷേപ്പും വ്യത്യാസമുണ്ട്. ഈ ബോർഡിൽ നിങ്ങൾ എഴുതിയത് കാണുന്നുണ്ടാവും. നൂനിനെ എഴുതിയത് നൂന് എഴുതുമ്പോൾ ഈ രൂപത്തിൽ റൗണ്ടായിട്ട് ചെറുതാക്കി എഴുതേണ്ടതുണ്ട്. ബാവും നൂനും ഒരേ മോഡലായാൽ അത് എഴുത്ത് ശരിയാവില്ല. അതുകൊണ്ട് നൂന് എഴുതുമ്പോൾ ബായിനോടായാലും അതുപോലത്തെ അക്ഷരങ്ങളോട് ചേർത്ത് എഴുതുമ്പോൾ എഴുതുന്ന രൂപമാണ് ഷീന്. ഇത് നടുവിൽ വന്നിട്ട് അതിനോട് ചേർത്ത് നൂന് എഴുതുമ്പോൾ എഴുതുന്ന രൂപം. അതുപോലെ ബുന്ന് എഴുതുമ്പോൾ അതിന് ലാസ്റ്റ് നൂന് എഴുതുന്ന രൂപം. ബുന്നിന് ഈ രൂപത്തിൽ എഴുതാം. അതായത് അല്പം വലുതാക്കിയിട്ടും ബുന്നിന് എഴുതാം, ചെറുതാക്കിയിട്ടും ബുന്നിന് എഴുതാം. പിന്നെ ബിന്തുൽ നടുവിലെ നൂല് അത് ബായോട് ചേർന്ന് വന്നപ്പോൾ ചെറുതാക്കി എഴുതും. ബാകുമ്പോൾ ഈ രൂപത്തിൽ വരുന്നത് നടുവിലെ ഭാഗമോ, എന്നാലും അതിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി എഴുതേണ്ടത്. കുറച്ച് അല്പം ചെറുതാക്കി എഴുതണം, മറ്റൊരു കുറച്ച് വലുതാക്കി എഴുതണം. ഇതാണ് നൂനിന്റെ രൂപം. നൂന് എഴുതുമ്പോൾ അപ്പൊ നൂന് നമ്മളൊക്കെ ചിലപ്പോൾ എല്ലാവരും നൂന് എഴുതാണെങ്കിൽ ചില ആളുകൾക്ക് നൂന് ബായിന്റെ അതേ മാർക്കൊക്കെയുണ്ട് ഉള്ളിലിരുന്ന കാണാം. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും എഴുതരുത്. നൂന് ബായിനോട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. അതിന് ഉള്ളിൽ രണ്ടുള്ളിൽ താ ആയി മാറും, ഒന്നുള്ളിൽ എഴുതുമ്പോൾ സാ ആയി മാറും. പക്ഷെ നൂന് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെ ഇട്ടിട്ട് അല്പം ചെറുതാക്കി ഇതിന്റെ തല ഇങ്ങനെ കൊണ്ടുവന്ന് അല്പം ചെറുതാക്കി, രണ്ട് തല വരെ മോഡലല്ല, ഇങ്ങനെ ഇട്ടിട്ട് ആണ് എഴുതേണ്ടത്. എന്നിട്ട് അതിന്റെ പുള്ളി നമ്മൾ സെന്ററിൽ നൂല്. അപ്പൊ നൂനും ബാവും വ്യത്യാസമുണ്ട്. അത് ശരിക്ക് മനസ്സിലാക്കണം. അങ്ങനെ എഴുതിയാലേ അത് നൂനിന്റെ രൂപത്തിലായി വരികയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് അന്ത്യനൂന്, അവസാനത്തെ നൂനിനോട് ചേർന്ന് രൂപമേ ഇവിടെ ശ്രദ്ധിക്കാറുള്ളൂ. അത് ആദ്യം വരുന്ന നൂനെ മാത്രം, അവസാനത്തെ വരുന്ന നൂനെ മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആദ്യം മധ്യരൂപങ്ങളിലൊക്കെ വരുന്ന പോലെയുള്ളവയാണല്ലോ. അതുകൊണ്ട് അന്ത്യ നൂനിന്റെയും റാഹിന്റെയും മുന്നിലെ മധ്യ വരയിൽ നിന്ന് പൊങ്ങി നിൽക്കും. അതായത് നടുവിൽ വരുന്ന ഭാഗ് അല്പം പൊങ്ങി നിൽക്കും. അന്ത്യ നൂനിന്റെയും അവസാനത്തെ നൂനിന്റെയും അതുപോലെ തന്നെ റാഹിന്റെയും മുന്നിലെ മധ്യഭാഗ് അത് വരിയിൽ നിന്നും അല്പം പൊന്തി നിൽക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ എഴുതി പഠിക്കണം. അതുപോലെ അവസാനത്തെ നൂനിന്റെ മുന്നിലെ അക്ഷരം
വരയിൽ എഴുതുന്നതാണെങ്കിൽ നൂന് അത് വരയിൽ നിന്നും താഴ്ത്തി എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഇബ്ന് താഴ്ത്തി എഴുതുമ്പോ ഇബ്നുൻ നൂന് താഴ്ത്തി എഴുതും. വരയില് നൂന് വരക്ക് താഴെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതാണ് നൂനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും നല്ല രൂപത്തിൽ നൂറൊക്കെ എഴുതി പഠിക്കാൻ തയ്യാറാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.